ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോ ഇന്നത്തെ നമ്മുടെ കിച്ചു ഹലോ പറ. ഹായ് കുട്ടാപ്പി ഹലോ പറ. ഓഹ് ഒരു ഇതില്ലാത്ത ഹായ്. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ബർത്ത്ഡേ ഒക്കെ വരാൻ പോവാണ് അല്ലേ കിച്ചു? അപ്പോ എനിക്ക് 19 വയസ്സാവാൻ പോവാണ്. അതല്ല ഇന്നത്തെ പരിപാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേയുടെ ഭാഗമായി കുറച്ചൊരു ഗെറ്റ് റെഡി പരിപാടികളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് നെയിൽസ് ചെയ്യണമായിരുന്നു. ഞാൻ കുറേ നാളായി നമ്മുടെ രാഖി ചേച്ചിയുടെ അടുത്ത് വരണം വിചാരിക്കുന്നു, പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊക്കെ എൻ്റെ കാലിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. രാഖി ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയും ഞാൻ നെയിൽസ് ചെയ്യാനായിട്ട് മറ്റേ മാവേലിയൊക്കെ പോലെയാ വരുന്ന, വർഷത്തിലൊന്നേ ഞാനും കിച്ചും ചെല്ലാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് കൊച്ചിയിലൊരു ഡബ്ബിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പം നമ്മുടെ രാഖി ചേച്ചിയുടെ അടുത്ത് നെയിൽസ് ചെയ്യാൻ പോവാണ്. ചേച്ചിയുടെ എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ എല്ലാ പ്രാവശ്യവും നെയിൽസ് ചെയ്യുന്ന ചേച്ചിയുടെ അടുത്ത് തന്നെ. ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഈ നെയിൽസ് ഒക്കെ ചെയ്യുന്ന പ്രായം തൊട്ടേ ഞാൻ ചെയ്തത് രാഖി ചേച്ചിയുടെ അടുത്ത് മാത്രമേ ഞാൻ വേറെ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. എന്നാലും കുഞ്ഞിലെ തൊട്ട് ഞാൻ അവിടെയാണ്, എൻ്റെ ഒരു മെയിൻ സ്ഥലം അവിടെയാണ്. അപ്പം അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഡ്രസ്സൊക്കെ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കളറാട്ടോ. അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അവിടെ ചെല്ലുമ്പോൾ പക്ഷെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പ്ലാൻ ഒന്നും ആയിരിക്കത്തില്ല, എൻ്റെ പ്ലാൻ ഫുൾ ചേഞ്ച് ആവും. എന്താണ് നിനക്ക് അതിനോടുള്ള അഭിപ്രായം? അത്രേ ഉള്ളൂ, നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ സ്ഥലമെത്തി. ഞാനും കിച്ചുവും ഇവിടെ ഇറങ്ങി. കുട്ടാപ്പിച്ചേട്ടൻ ഞങ്ങളെ ഇട്ടിട്ട് ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തോട്ടേ, കാരണം ഞങ്ങൾ മണിക്കൂറുകളോളം എടുക്കുമെന്ന് കുട്ടാപ്പിക്ക് നേരത്തെ അറിയാം. കുട്ടാപ്പിക്ക് അനുഭവമുണ്ട് ഞങ്ങളെ കൊണ്ട് മുമ്പും ഇവിടെ വന്ന് പോസ്റ്റായത്. കുട്ടാപ്പി പോയി. അപ്പോൾ ഞങ്ങൾ ചെന്നു. ഇവിടെ രാഗി ചേച്ചി ഇല്ല കേട്ടോ, ചേച്ചി ഫ്രണ്ട്സിൻ്റെ ഇവിടെ പുറത്തെങ്ങാണ്ടാണ്. നമുക്ക് പോയി ചെയ്യാം. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിപ്പോയി. എനിക്ക് ഇവിടുത്തെ പെഡിക്യൂർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഞാൻ ചെന്നതേ പെഡിക്യൂർ ചെയ്യാനാണ് കയറിയിരുന്നത്. കിച്ചു അപ്പോഴത്തേക്കും ഞാൻ പെഡിക്യൂർ ചെയ്യുമ്പം തന്നെ അവളുടെ നെയിൽസും സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ രണ്ടാളും പിൻട്രസ്റ്റിൽ നിന്നൊക്കെ മോഡൽ തപ്പിയെടുത്താണ് പോയത്. അപ്പോൾ ഇങ്ങനെ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പല കളർ ലൈറ്റൊക്കെ വരും. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല ആ ചേച്ചി ഇങ്ങനെ ഈ പെഡിക്യൂർ ചെയ്യുമ്പോൾ ഒരു സ്ക്രബ് ചെയ്യുമല്ലോ, എനിക്കാണെങ്കിൽ ഭയങ്കര ഇക്കിളിയാണ്. എന്നിട്ട് ഞാനിരുന്ന് ഇങ്ങനെ ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. അവിടുത്തെ ആൾക്കാരെല്ലാം അറിഞ്ഞു എനിക്കിത് വന്നിട്ട് ഇക്കിളി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കിടന്ന് ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ അപ്പുറം കിച്ചു ഇടുന്ന് നെയിൽസ് ചെയ്യാണ് കേട്ടോ. എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് കാലും കൈയും ഞാൻ നെയിൽസ് ചെയ്യുന്നുണ്ട്. മാച്ചിങ് ആയിട്ടില്ല, കാലേ വേറൊരു കളർ, കയ്യെ വേറൊരു കളർ, അങ്ങനെയാണ്. കുറേ നേരം വെറുതെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് കിച്ചു കുറേ മധുരവും കുറേ പേസ്ട്രിയും ബർഗറും ലോഡഡ് ഫ്രൈസും അതൊക്കെ തിന്നാ ഇങ്ങനെ ഉറക്കം വരും. അങ്ങനെ നമ്മൾ എൻ്റെ നെയിൽസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ജലദോഷമാണ് കേട്ടോ. ജലദോഷം വന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഒച്ച ഇങ്ങനെ ഇരുന്ന കാര്യമാക്കണ്ടേ. അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിലും കാലിലും നല്ല നഖത്തിന് നീളം ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന്. അപ്പോൾ അവർക്കത് വെട്ടാനും സങ്കടമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല വെട്ടിക്കോ, എക്സ്റ്റൻഷൻ വെച്ച്. ഞാൻ എപ്പോഴും അങ്ങനെ വെക്കാറില്ല എക്സ്റ്റൻഷൻ. എൻ്റെ ഉള്ള നഖത്തെ തന്നെയാണ് ഞാൻ ജെൽ പോളിഷ് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് തോന്നി രണ്ട് കൈയിലും നമുക്ക് ഒരേ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എക്സ്റ്റൻഷൻ വെച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ എക്സ്റ്റൻഷനാണ് ചൂസ് ചെയ്തത്. എൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെയാണ് ഞാൻ ജെൽ പോളിഷ് ചെയ്തത് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഗോൾഡൻ, ഒരു ക്രോമോ അങ്ങനെ എന്തോ അതിന് പറയുന്നത്. ഫുൾ ഗോൾഡൻ നെയിൽസാണ്, ഭയങ്കര ഷൈനി ആയിട്ടുള്ളൊരു ഗോൾഡൻ നെയിൽസ്. അപ്പം എനിക്കത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ചെയ്യണോ അതെയോ വേറെ കുറച്ചുകൂടെ മൈൽഡായിട്ടുള്ള വല്ലതും ചെയ്താൽ മതിയോ എന്ന്. അപ്പോൾ കിച്ചുവിൻ്റെ ഏകദേശം ചെയ്ത് തീരാറായി. അപ്പോഴത്തേക്ക് എനിക്ക് ഈ ഡൗട്ട് അടിച്ചിരിക്കുന്ന കാരണം എൻ്റെ ചെയ്യാൻ നല്ല താമസിച്ചു. ഞാൻ 100 പേരെ വിളിച്ച് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് ആ ചേട്ടനെ കൊണ്ട് അവസാനം ഞങ്ങൾ ഗോൾഡൻ നെയിൽസ് തന്നെ ഫിക്സ് ചെയ്തു. കാരണം ഇത് ചെയ്താൽ ഭയങ്കര ഇടിവെട്ടായിട്ട് നിൽക്കുമോ അങ്ങനെ എനിക്കൊരു ഡൗട്ട്. അങ്ങനെ നിൽക്കുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഇല്ല, അതല്ലാത്ത പോലെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്രാവശ്യം ഒരു ഓവൽ ഷേപ്പാണ് ചൂസ് ചെയ്തത്. ഒരു മുട്ട പോലെ ഇരിക്കുന്നതൊക്കെ ഇല്ലേ, ഇങ്ങനെ സാധാരണ സ്ക്വയർ കട്ടാണ് എപ്പോഴും ചെയ്യാറ്. പക്ഷേ ഇതാകുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു നാച്ചുറൽ ഫീൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ നഖത്തിനൊരു എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. കാര്യം എപ്പോഴും പോയി അവിടെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതെന്തൊക്കെയാണ് സംഭവം എന്നൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. കിച്ചുവിൻ്റെ നെയിൽസ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് പെഡിക്യൂറൊന്നുമില്ല, അവൾക്ക് 2 കയ്യേ മാത്രമേ ഉള്ളൂ, കാലയിലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവളുടെ കഴിഞ്ഞിട്ടും ഞാൻ തീരാത്തത് കൊണ്ട് എൻ്റെ കൈ ഞാനൊരു ചേട്ടന് കൊടുത്ത് കാലൊരു ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാവം എൻ്റെ 4 സൈഡിലും ആളായിരുന്നു. ഒരു കൈ ഒരു ചേട്ടൻ, അപ്പുറത്തെ സൈഡിൽ വേറൊരു ചേട്ടൻ, കാല് 2 പേര്, അങ്ങനെ എൻ്റെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്കും വീട്ടിൽ പോകണമായിരുന്നു. ഒത്തിരി താമസിച്ചു ഞങ്ങൾ ചെയ്ത് തീരാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചിയുടെ അടുത്ത് പറയുന്നു, ചേച്ചി മൾട്ടി ടാസ്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി ആക്ച്വലി എനിക്ക് പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് മാറിയതേ ഉള്ളായിരുന്നു പാവം. പക്ഷെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചേച്ചി പിന്നെയും വന്ന് എനിക്കത് ചെയ്തു തന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അപ്പുറത്തെ കൈ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് ഇപ്പോഴും അത് ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കാലിൽ ഞാനൊരു വൈറ്റ് ജെൽ പോളിഷ് ഇട്ടിട്ട്, കാലിൽ ഞാൻ എക്സ്റ്റൻഷൻ ഒന്നും ചെയ്തില്ല, എൻ്റെ ഒറിജിനൽ നഖമാണ് ഇത്. അപ്പോൾ ഇതിൽ വൈറ്റ് ജെൽ പോളിഷ് ഇട്ടിട്ട് വിത്ത് സ്റ്റോൺ വെക്കുന്ന പോലെ അങ്ങനെ ഒരു വർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഇത് കിച്ചുവിൻ്റെ നെയിൽസാണ്. കിച്ചു ഭയങ്കര ലെങ്തി ആയിട്ടാണ് നെയിൽ വെച്ചിരിക്കുന്നത്. അവളത് എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം നെയിൽ ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഇത്രയും നീളത്തിൽ വെച്ചാൽ പിന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ഒരു പാടായിരിക്കും. പക്ഷെ അവളെങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളും. ഞാനും കിച്ചുവും കൂടി 3 മണിയായപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ. ഇപ്പോൾ സമയം എത്രയായെന്ന് പോലും എനിക്കറിയത്തില്ല. എത്രയായി സമയം ഫോടി നോക്കണം. രാത്രിയായി. പുറത്തോട്ട് നോക്കുമ്പോൾ ഇരുട്ടാണ് കാണുന്ന. അമ്പിളിയമ്മ അവനൊക്കെ വന്നു. എന്നിട്ട് ഞങ്ങളുടെ കുട്ടാപ്പിച്ചേട്ടൻ വന്നിട്ടില്ല. കുട്ടാപ്പിച്ചേട്ടൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഏതോ ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ആദ്യം വന്ന് ഞാൻ പെഡിക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ നഖമൊക്കെ നല്ല നീണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ നഖത്തെ നെയിൽ പോളിഷ് ഒന്നും ഇടണ്ട, ജെൽ പോളിഷ് ഒന്നും ഇടണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ ഒക്കെ അല്ലേ അങ്ങ് ഇട്ടേക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഡാർക്ക് കളർ ഇടാനും തോന്നിയില്ല. അപ്പം ഞാനൊരു വൈറ്റ് കളർ പോലെ ഇട്ടിട്ട് എന്നിട്ട് അതേ സ്റ്റോൺ ചെയ്യാനുള്ള പരിപാടിയാണ്. കയ്യെ ചെയ്യുമ്പോഴും എനിക്ക് 1-2 മോഡലുണ്ടായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു ഈ ഗോൾഡാണ് നല്ലത്. എൻ്റെ ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ ഈ ബ്ലാക്കും ഗോൾഡ് വർക്കുമാണ്. അപ്പോൾ ഈ ഇതിട്ടാൽ ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇട്ടാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ എവിടെ നിന്നാലും നമുക്കിനി ലൈറ്റൊന്നും വേണ്ട, നഖം കാണിച്ചാൽ അത് വെട്ടിത്തിളങ്ങും. കാല് ചെയ്യുന്ന ചേട്ടൻ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മടുത്തു ഗൈസ്. കല്ലും മണ്ണൊക്കെ ചെയ്യുന്നു. ഈ കാലം കൂടെ ഉണങ്ങിയാൽ നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ കാലം നല്ല ഇഷ്ടപ്പെട്ടു. രസം കാണാവോ? ശരി കാണത്തില്ലേ? ഞാൻ ശരിക്കാണ്. എൻ്റെ കൈയാണോ കാലാണോ ഇഷ്ടപ്പെട്ടെന്ന് കുറച്ച് വെച്ചാൽ എത്ര ആവും? 2 കാലും കൂടെ വെച്ചെടുക്കുന്നു. അങ്ങനെ ഇന്നത്തെ പ്രധാന പരിപാടിക്ക് ശേഷം ഞാൻ എൻ്റെ നഖം കാണിക്കാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ പ്രധാന പരിപാടിക്ക് ശേഷം ഞങ്ങൾ മടങ്ങിയെത്തിയിരിക്കുന്നു. കുട്ടാപ്പിച്ചേട്ടനെ കണ്ടുകിട്ടി. ഇനി എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങളെ വിളിച്ചറിയിക്കണ്ട. കുട്ടാപ്പിച്ചേട്ടൻ മടങ്ങി വന്നു. കുട്ടാപ്പിച്ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ കുറഞ്ഞ വെയിറ്റിംഗ് ടൈം ആയിരുന്നു. കിച്ചു ബാക്ക് ടു തീച്ച. എനിക്കാണെങ്കിൽ അങ്ങ് എന്തോ ബോധം കെട്ടൊരവസ്ഥ. ഇതാട്ടോ എൻ്റെ നഖത്തിൻ്റെ ഫൈനൽ. ഭയങ്കര വെട്ടിത്തിളങ്ങുന്നു. ഇരുട്ടത്തൊക്കെ കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. അതുപോലെ വെട്ടിത്തിളങ്ങുന്ന നഖം. എനിക്ക് കാലും കയ്യും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും എനിക്ക് കാല് ചെയ്തതിനോട് കുറച്ച് കൂടുതൽ ഇഷ്ടക്കൂടുതലുണ്ട്. കിച്ചു എന്നോട് പറഞ്ഞു നീ കാല് വെള്ള ഇടണ്ട, കൊള്ളത്തില്ലെന്ന്. വെള്ള ഇല്ല, ഇവക്ക് ബ്ലാക്ക് ഇടുന്നായിരുന്നു ഇഷ്ടം. പക്ഷേ വെള്ള എൻ്റെ സുന്ദരമായ കാലുകൾക്ക് നന്നായി ചേർന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകാൻ എനിക്ക് വിശക്കുമല്ല, ഇങ്ങനെ ഭയങ്കര ക്രേവിങ്സ് വരത്തില്ലേ നമുക്ക് എന്തെങ്കിലും. എന്നുവെച്ചാൽ എന്താ ഇതിന് പറയുന്നേ, എന്താ ക്രേവിങ്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊന്ന് വികസിപ്പിച്ച് പറയണമെന്ന് എനിക്ക് വിവരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ആക്രാന്തം, ഇങ്ങനെ പ്രാന്ത് ഇടയ്ക്ക് വരും. എന്ന് വെച്ചാൽ ഒരുപാട് രാത്രിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മധുരം തിന്നാനായിട്ട് തോന്നുന്നു. അങ്ങനെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് തോന്നും. എന്നിട്ട് ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ എപ്പോഴും വീടിൻ്റെ ഫ്രിഡ്ജ് തുറക്കുന്ന ഒച്ചയൊക്കെ കേട്ട് എൻ്റെ അച്ഛമ്മ എണീച്ച് വരും. നോക്കുമ്പോൾ എനിക്കതിൻ്റെ ഒന്നും കിട്ടത്തില്ല. വീട്ടിലെ ഫ്രിഡ്ജിൽ അങ്ങനെ മധുരമുള്ള ഒന്നും വെക്കാറില്ല. മറ്റേ തേങ്ങാ ചിരണ്ടിയതും അതൊക്കെ ഉള്ളൂ വീട്ടിലെ ഫ്രിഡ്ജിൽ. അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ എടുത്ത് നിന്ന് പിന്നെയും കയറി കിടക്കും. എനിക്കങ്ങനെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഡബ്ബിങ് കഴിഞ്ഞ് വരുമ്പോൾ ലോട്ട് ഓഫ് പേസ്ട്രി വാങ്ങി. ഈ പൊട്ടി ഇത് ഇത്രയും നേരം തുറക്കാൻ നോക്കിയാൽ നമുക്ക് പറ്റിയില്ല. പക്ഷെ എനിക്കത് സിമ്പിളായി പറ്റി. ബിക്കോസ് എനിക്ക് ഗോൾഡൻ നെയിൽസ് ആണുള്ളത്. അയ്യേ
ഇതൊരു റെഡ് വെൽവെറ്റ് ഒരു ചീസ് കേക്കും കൂടെയാ. ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. നോക്കൂ. അയ്യേ, ഇനിയിപ്പോ എന്ത് പള്ളിപ്പെരുന്നാള് പള്ളിപ്പെരുന്നാള്. വാവ്, വിചിത്രമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പള്ളിപ്പെരുന്നാള് ഭയങ്കര ഇഷ്ടമാണ്. അതല്ല, രാത്രി ഇതുവരെ ഞാൻ ഓർത്തില്ല പള്ളിപ്പെരുന്നാള് കാണുന്നത്. നല്ല രസമുണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഇതൊന്ന് മാറ്റിക്ക്. തിന്ന് തീർത്ത ചോക്ലേറ്റ് കേക്ക് ആൻഡ് അതിന്റെ അറ്റത്ത് കിടക്കുന്ന ഹണി ആൽമണ്ട് പേസ്ട്രി, പിന്നെ ഒരു റെഡ് വെൽവെറ്റ്, ഒരു ചീസ് കേക്ക്. അതിന്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി ഒന്ന് ടേസ്റ്റ് ചെയ്തു. അത് കിച്ചു വീഡിയോ ഉണ്ടാക്കാൻ മറന്നേ. ഇനി ആദ്യം ബ്ലൂബെറി ടോപ്പിംഗ് ഉള്ളത് ചീസ് കേക്ക് ആണ്. ഇത് ചീസ് കേക്ക് അല്ല, ഇത് എന്നാ അത്. വാവ് വാവ്, ഇനി ശരിക്കും ടേസ്റ്റ് ചെയ്യാത്ത സാധനം ടേസ്റ്റ് ചെയ്യാം. മതി മതി, അടുത്തത്. അതെനിക്ക് ഇതെല്ലാവരുടെയും മുഖം വരും കിട്ടുന്നത്. ഇല്ല, ഇത് സീരിയസ്ലി ഭയങ്കര നല്ലത് കേട്ടോ. ഭയങ്കര നല്ലതെന്ന് വെച്ചാൽ റെഡ് വെൽവെറ്റ്. അത് ചീസ് കേക്ക് അല്ല, നോർമൽ കേക്ക്, ഫ്രഷ് ക്രീം. ഇത്ര വലിയ പായാണ് അതിന്റെ. അല്ല, ഇതിന് റെഡ് വെൽവെറ്റ് നല്ല പറഞ്ഞേ. വായിലോട്ടൊക്കെ വെട്ടടിക്കുന്നത് എങ്ങനെയാണ് വിലാശി? നല്ലടാ. ഏതാ നല്ലത്? രണ്ടിലേതാ നല്ലത്? അയ്യോ, എനിക്ക് അറിയത്തില്ല. ഇതിന്റെ മെണ്ടക്കില്ലേ മിൽക്കി ബാർ ഒഴിച്ച പോലെ ഉണ്ട്. മറ്റേതാ ഇഷ്ടപ്പെട്ടെ? ഏത്? കൊടുക്ക, ഞാൻ തുപ്പിയിടും. ഓക്കെ, എക്സ്പ്രഷൻ ഇട്. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ചീസ് കേക്ക് ആണ്, ബ്ലൂബെറി. നീ ഓൾറെഡി എല്ലാം ടേസ്റ്റ് ചെയ്തു. നീ ഇത് ടേസ്റ്റ് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ, തീർന്നാണ്. എന്നാലും ടേസ്റ്റ് ചെയ്ത് ഒന്നുകൂടെ കഴിക്കും. ഇതിന് 2-3 ഞാൻ തിന്നെ, എന്നാലും ഞാൻ ഇതൊന്നുകൂടെ ടേസ്റ്റ് ചെയ്യാം. എന്താ? വണ്ടിയിലും ചേട്ടന്മാരെ നോക്കുക. Oh my God. So good. ഇനി അടുത്ത ടേസ്റ്റ് ചെയ്യാം. ഹണി ആൽമണ്ട് അവര് നോക്കുക എന്നെ. ഓക്കെ, ലൈറ്റ് എന്ത് എന്റെ വെട്ടം ഇങ്ങതാ, ഞാൻ അടിക്കാം. എന്റെ സ്പോട്ട് ലൈറ്റ് എന്ത് ചോദിച്ചു? ഇവിടത്താ അവിടെ നിന്നെ അടിച്ചു പോയി കേട്ടോ. എല്ലാരെയും ആകർഷിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് വെട്ടമൊക്കെ തെളിച്ചു വെച്ചിരിക്കുക. എന്ത് ചെയ്യാനാ? അടുത്ത് ഹണി ആൽമണ്ട് കേക്ക്. ഓ അയ്യോ, കണ്ടോ, ഇത് ഹണി ആൽമണ്ട് ആണ്. നമുക്കിത് തിന്നാം. നോർമൽ. ഒരു കുട്ടി നിന്നെ നോക്കുന്നു. അയ്യോ, ഞാൻ ചിരിച്ചു കണ്ടു. പിന്നെ പല്ല ചോക്ലേറ്റ് കൊച്ചു മേടിച്ചു പോയി. അയ്യോ, അതിന് വേണോ? അങ്ങനെ കൊടുത്തുകൂടാ അല്ലേ? അതെന്താ അങ്ങനെ കൊടുത്തുകൂടാ അല്ലേ? എന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവും. വേണ്ട വേണ്ട, അങ്ങനെ കൊടുത്തുകൂടാ. അതിന്റെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടാവും സ്ട്രേഞ്ചേഴ്സിന്റെ ഒന്നും വാങ്ങി. കൊച്ചിന് ചെയ്ത് കോരി വരുവാ. പാവം കൊച്ച്, പാവം കുഞ്ഞു കേട്ടോ. അതിനെ നോക്കി ചിരിച്ചു. കാണുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ ഇതൊരു നോർമൽ സാധനമായിരുന്നു ഈ ഹണി ആൽമണ്ട് കേക്ക്. ഏറ്റവും നല്ലത് ഇവിടത്താ
ആൾക്കാർക്ക് മൊത്തം തന്നെ വീഡിയോ എടുപ്പിക്കാൻ അറിയാമോ അതാകുമ്പോ എനിക്ക് തിന്നോ എടി കാണുന്ന ആൾക്കാർക്ക് താടി നിങ്ങൾക്ക് ഏതാ വേണ്ടോ ഇനി ഏതാ വേണ്ടത് ഇതിന് ബാക്കിയുള്ളത് എനിക്കറിയാം നിങ്ങൾക്ക് റെഡ് വെൽവെറ്റ് ആണ് വേണ്ടത് ഐ ലവ് യു സോ മച്ച് അയ്യേ എന്റെ ക്യാമറക്കകത്തോട്ട് അതൊക്കെ എന്നാ പറ്റിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് കിളി പോയെന്ന് തോന്നുന്നു കൊറേ നേരം അതിന്റെ അത് പോയി മിണ്ടായിരുന്നിട്ട് അല്ലാതെ ഇപ്പൊ ഈ മധുരെല്ലാം കൂടെ വലിച്ചു വെച്ചിട്ട് ഇപ്പൊ പൂസായ പോലെ ഉണ്ട് അതിന്റെ കൂട്ടപ്പ ഞാൻ പൂസായത് ഞാൻ നെയിൽ ചെയ്യായിരുന്നു സോ ഗുഡ് ഇനി ഓഫ് ചെയ്തോ കേക്ക് തീർന്നു ഹലോ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു എനിക്ക് ഇപ്പോഴാണ് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഞാൻ അവിടുന്ന് വന്ന് പിന്നെ നേരെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി എനിക്ക് അപ്പോഴേ ചെറിയൊരു ജലദോഷത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അത്ര കാര്യമാക്കിയില്ല പക്ഷെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു എനിക്ക് അപ്പോഴും ജലദോഷമായിട്ടാണ് കിടപ്പായി പോയി പക്ഷെ ഞാൻ എൻ്റെ നെയിൽസൊക്കെ എല്ലാവരെയും കൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ എൻ്റെ ഉടുപ്പുമായിട്ട് ഇത് കറക്റ്റ് മാച്ചാണ് എൻ്റെ ഉടുപ്പ് ഞാൻ കാണിച്ചു തരാം അമ്പോഴത്തേക്ക് ഇടുന്ന ഉടുപ്പേ അതിൻ്റെ കിട്ടിയിട്ടില്ല കൊറിയർ ചെയ്തിട്ടേ ഉണ്ടോ അവിടുന്ന് അപ്പോൾ അതുമായിട്ട് ഇത് ഭയങ്കര മാച്ചാണ് അപ്പോൾ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് കയ്യും അതെ കാലും അതെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ ഇത് ഇന്നലെയാണ് ഞാൻ പോയത് അപ്പം ഇന്ന് എനിക്ക് വീഡിയോ ബാക്കി ഇതിൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇന്നാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ എന്തായാലും ടാറ്റ ബൈ സീ യു ബാക്കി വീഡിയോ ഒക്കെ വഴിയേ ഞാനിടാം